ആരിഫ് ഹുസൈനെ ഷിയ വാരിയേഴ്സ് തട്ടാൻ ഭീഷണിക്കത്തയച്ചു എന്നൊക്കെ വാർത്തകൾ കാണുന്നുണ്ട്. ക്രിസ്ത്യൻ ഹിന്ദു ന്യൂസ് പോർട്ടലുകളൊക്കെ അത് ആഘോഷിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. ഭാരതമെന്ന ഹിന്ദു രാഷ്ട്രത്തിൽ ബീഫ് കഴിച്ചാൽ ജീവപര്യന്തം തടവ് കിട്ടുന്ന രാജ്യത്ത് മുസ്ലിം തീവ്രവാദം നടത്തിയാൽ അവൻ എത്തുക തിഹാർ ജയിലിലാണ്. അവന്റെ വീട്ടുകാർ ഗുജറാത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന പോലെ ബലാത്സംഗം ചെയ്യപ്പെടും. അവന്റെ വീട് ഇടിച്ചു നിരത്തും, ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തും. അവനുമായിട്ട് ബന്ധമുള്ള കുടുംബക്കാർ മൊത്തം നരകിക്കും. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് നോർമലായ ഒരു മുസ്ലിം ചെയ്യില്ല. സംഘികളുടെയും ക്രിസംഘികളുടെയും ആരാധനാ പുരുഷനായ അവരുടെ നായയായ ആരിഫിനെ തൊടാൻ തലക്ക് വെളിവുള്ള ഒരു മുസ്ലിമും തയ്യാറാവില്ല. പിന്നെ ഭീഷണിയുടെ കാര്യം, 3 മതങ്ങളെയും വിമർശിക്കുന്ന ഞാൻ, 3 മതത്തിന്റെയും ജയിലിൽ കടന്ന ഞാൻ, എനിക്ക് നിരവധി ഭീഷണി ലഭിക്കാറുണ്ട്. ഇന്നലെ വത്തിക്കാനിലെ സ്ത്രീ സുരക്ഷയെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടു. അതിൽ ഒരു ക്രിസ്ത്യാനി എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. എടാ പട്ടി പൊലയാടി പൂ മോനെ, ഒറ്റത്തന്തക്കുണ്ടായവനാണെങ്കിൽ എന്റെ മൊബൈൽ നമ്പറിൽ വിളിക്കടാ കൂ, അല്ലെങ്കിൽ നീ വിളിക്കുന്നിടത്ത് ഞാൻ വരാം. നിന്റെ ഒടുവിലത്തെ വരവ് കൂടിക്കാഴ്ച ആയിരിക്കും അത്. എന്താ ഇതിന്റെ ഉദ്ദേശം? വധഭീഷണി. അപ്പോ ഇതിന് ഞാൻ എങ്ങനെയാ കാണുന്നത്? ഒരു മാനസിക രോഗി, മതം തലക്ക് പിടിച്ച ഒരു ഭ്രാന്തൻ, അവന്റെ ഗുരു പൊട്ടിയപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുത്തി, അത്രേ ഉള്ളൂ. നാളെ അവൻ എന്നെക്കാൾ നല്ലൊരു മനുഷ്യനായിട്ട് തീരും. അതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ളൊരു നിലപാട്. അത് വെച്ചിട്ട് ഞാൻ മുസ്ലിങ്ങളെ കാണിച്ചിട്ട് അവരുടെ 10 രൂപ വാങ്ങി ആഡംബരമായിട്ട് സുഖിക്കാൻ ഞാൻ മെനക്കെടില്ല. കാരണം എന്താ? അതാണ് നീതി, ന്യായം, മനുഷ്യത്വം, മനസ്സംതൃപ്തി എന്നൊക്കെ പറയുന്നത്.